സംഭവബഹുലമായ ഒരുപാട് പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങളുടെയും അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ശബരിമല. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. 10 മണിക്കൂർ ചോദ്യം ചെയ്തു. അജ്ഞാത കേന്ദ്രത്തിലാണെന്നൊക്കെ പറഞ്ഞ് കുറേ സമയം വലിയ തർക്കമായിരുന്നു. ശാസ്തമംഗലം അജിത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വക്കീൽ, കാരണം അദ്ദേഹം ശാസ്തമംഗലം അജിത്ത് ഈ PC ജോർജിനൊക്കെ ജാമ്യം എടുത്തു കൊടുക്കുകയും വളരെ ഹൈക്കോടതിയിലെ വളരെ പ്രധാനപ്പെട്ടൊരു വക്കീലാണ്. അദ്ദേഹം ജാമ്യം എടുത്തു കൊടുക്കാനൊക്കെ വളരെ മിടുക്കനാണ്. സിവിൽ കേസിലൊക്കെ ജാമ്യം എടുക്കാൻ, ക്രിമിനൽ കേസിലായാലും വളരെ നല്ല കഴിവുള്ള വക്കീലാണ്. പക്ഷേ അദ്ദേഹമായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക്കീലായി വന്നത്. അദ്ദേഹത്തിന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ എവിടെയോ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു. പക്ഷേ അവസാനം വൈകുന്നേരം എല്ലാത്തിനും ഒരു വിരാമമുണ്ടായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 24 മണിക്കൂറിനകത്ത് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കണം. ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തിരുവനന്തപുരത്താണുള്ളത്. അവിടെ നിന്ന് റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 കേസ് വന്നിട്ടുണ്ട്. 2 കേസ് ഉള്ളതുകൊണ്ട് കസ്റ്റഡി അപേക്ഷയും കൂടി കൊടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ കസ്റ്റഡിയിൽ കൊടുത്ത് 3-4 ദിവസം കസ്റ്റഡി കൊടുത്ത് അതിനുശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജാമ്യം കൊടുത്തതിന് ശേഷം കസ്റ്റഡിയും കൂടി ചേർത്ത് എന്താണ് കോടതി തീരുമാനിക്കുക എന്ന് നമുക്കൊന്ന് പറയാൻ കഴിയില്ല. ഇതാണ് ഒരു പശ്ചാത്തലം. അതിനേക്കാൾ പ്രധാനമായ വളരെ ഗൗരവതരമായ മറ്റൊരു കാര്യം ശബരിമലയിൽ നടക്കാൻ സാധ്യതയുള്ളതും എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം വന്നിരിക്കുന്നത് ശബരിമല സംരക്ഷണ സമിതിയുടെ ഒരു നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നത്. അവർ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു കേരളത്തിൽ വരുന്നുണ്ട്. ശബരിമലയിൽ 22-ാം തീയതി പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കൊണ്ട് ചില പ്രവർത്തികൾ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ശങ്കർ ദയാൽ ശർമ്മ പ്രസിഡൻ്റായിരുന്നപ്പോൾ ബാബറി മസ്ജിദിൻ്റെ ഒരു കേസിൽ പ്രസിഡൻസിൻ്റെ റെഫറൻസിന് വേണ്ടി സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നു. പക്ഷേ സുപ്രീം കോടതി ആ കേസ് എടുത്തില്ല. അങ്ങനെ പ്രസിഡൻസ് റെഫറൻസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി അത് വിസമ്മതിച്ചു. പക്ഷേ അതുപോലെ ശബരിമലയെ ആർട്ടിക്കിൾ 143 അനുസരിച്ച് പ്രസിഡന്റിന് ഒരു രാജ്യത്തെ പ്രശ്നങ്ങളിൽ വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ റെഫറൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. എന്താണ് നിങ്ങളുടെ നിലപാടെന്നറിയാൻ വേണ്ടി സുപ്രീം കോടതി റെഫറൻസ് എടുക്കാൻ ആർട്ടിക്കിൾ 143 ഒരു പ്രൊവിഷൻ നൽകുന്നുണ്ട്. ആ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിലെ കൃത്യമായ ഒരു റെഫറൻസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ കൊണ്ട് റെഫറൻസ് എടുപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടി ഈ ശബരിമല സംരക്ഷണ സമിതി അല്ലെങ്കിൽ കർമ്മസമിതി പ്രസിഡന്റിനോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിൻ്റെ ഭാരവാഹികൾക്ക് പ്രസിഡന്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപേക്ഷ കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം, തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ട്രസ്റ്റാണ് നടത്തുന്നത്. അതൊരു അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെയൊക്കെ ഒരു റാങ്കിലുള്ളൊരു ജഡ്ജും പിന്നെ രാജകുടുംബാംഗങ്ങളും ക്ഷേത്രത്തിൻ്റെ ആളുകളൊക്കെ അടങ്ങുന്ന ഒരു ട്രസ്റ്റാണ് നടത്തുന്നത്. അതുപോലൊരു ട്രസ്റ്റ് ശബരിമലയിൽ ആയിക്കൂടെ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ട്രസ്റ്റായി കഴിഞ്ഞാൽ ശബരിമലയിലെ വർഷം തോറും വരുന്ന 400-450 കോടി രൂപ കൊണ്ടാണ് കേരളത്തിലെ 1250 ക്ഷേത്രങ്ങളിൽ 250 ക്ഷേത്രങ്ങൾ ഒഴിച്ച് 1000-ഓളം കുഞ്ഞു ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത്. മേൽശാന്തിക്ക് ശമ്പളം കിട്ടുന്നത്, അലവൻസ് കിട്ടുന്നത്, ബാക്കിയുള്ളവർക്ക് കഴകക്കാർക്കും കീഴ്ശാന്തിമാർക്കും കർമ്മികൾക്കും പരികർമ്മികൾക്കും എല്ലാവർക്കും പൈസ കിട്ടുന്ന അടിച്ചുതളിക്കാരിക്കും എല്ലാവർക്കും പണം കിട്ടുന്നത് ശബരിമലയിൽ നിന്നുള്ള വരുമാനത്തിൽ കൂടി കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. അതൊക്കെ എങ്ങനെ പരിഹരിക്കും? കാരണം അതൊരു ട്രസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ട്രസ്റ്റിൽ നിന്ന് പണം ഇങ്ങോട്ട് മാറ്റുക നിയമപരമായി കഴിയുമോ? ട്രസ്റ്റ് ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കാതിരുന്നാൽ പിന്നെ ആ പണം എവിടെ നിന്ന് കിട്ടും? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഇതിനിടയിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പുതിയൊരു ആവശ്യമായി അദ്ദേഹം വന്നിരിക്കുന്ന ഒരു IAS-കാരനെ, സീനിയർ ആയിട്ടുള്ള IAS-കാരനെ ദേവസ്വം ബോർഡിൽ വെക്കണം. ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ IAS-കാരെ വെക്കണം. സീനിയറും ജൂനിയറും ആയിട്ടുള്ള IAS-കാരെ വെക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ വ്യത്യസ്തവും വിപുലവുമായ നിർദ്ദേശങ്ങളാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. അതിനിടയിൽ 2 മാസത്തിനകമെങ്കിലും ഈ കേസ് ഒന്ന് തീർത്താൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ഒരു ക്ലീൻ ചിറ്റുമായി പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വാസവൻ പറഞ്ഞിരിക്കുന്നതും വളരെ വേഗത്തിൽ ഈ കേസ് തീർക്കുമെന്നാണ്. കാരണം അങ്ങനെ തീർത്താൽ മാത്രമേ അവർക്ക് ഒരു അഗ്നിശുദ്ധി വരുത്തി തെരഞ്ഞെടുപ്പിന് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്നാൽ ഈ കേസ് വലിച്ചുകൊണ്ട് പോകാനായിരിക്കും ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ വലതുപക്ഷവും BJP ഒക്കെ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ വഴിപാട് സമരങ്ങൾ കാണുന്നുണ്ട്. വഴിപാട് സമരം എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കൂട്ടം വരിക, നേരത്തെ പ്ലാൻ ചെയ്ത പോലെ നേരെ അങ്ങോട്ട് ബാരിക്കേഡിൻ്റെ അടുത്തോട്ട് ചെല്ലുക, ഉടൻ തന്നെ വരുൺ എന്ന് പറഞ്ഞാൽ നമ്മളെ വാഹനം, വെള്ളം വെച്ചിരിക്കുന്ന വാഹനം, ചീറ്റാൻ വെള്ളം വെച്ചിരിക്കുന്നത്, അത് അങ്ങോട്ട് 2 റൗണ്ട് അടിക്കും. ഉടനെ അവിടെ കിടക്കും. സെക്രട്ടേറിയറ്റിൻ്റെ മതിലിൽ മറ്റേ ഇരുമ്പ് മതിലാണ് അവിടെ, ആ മതിലിൽ കയറി 2 പ്രാവശ്യം തൂങ്ങും. ഉടൻ തന്നെ പ്രതിഷേധം കടുക്കുന്നു എന്ന് പറഞ്ഞ് കുറേ ബഹളങ്ങൾ വരും. ബിരിയാണിയൊക്കെ കഴിച്ച് ആ സമരം അങ്ങ് തീരും. ഇത് എത്ര
സമരങ്ങൾ ഇങ്ങനത്തെ കണ്ടതാണ്. വളരെ കൃത്യമായ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള, ഒരു പ്രശ്നത്തിൻ്റെ നിലപാട് അറിയാനുള്ള ഒരു ബഹളവും ഒരു സമരവുമില്ല. ഇതൊരു വഴിപാട് സമരമാണ്. ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് വരുന്നു, സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ വരുന്നു, പിന്നെ ജാഥ നടത്തുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അതൊരു കാര്യമില്ല, അത് നിത്യം വരുന്നതാണ്. അതിനകത്തൊരു കാര്യമില്ല. കുറച്ച് പേര് പോലീസിനോട് വഴക്കുണ്ടാക്കുന്നു, പോലീസിനെ തള്ളുന്നു. ഇതൊരു നാടകമാണ്, ഇതൊരു പൊറാട്ട് നാടകമാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്നത് പൊറാട്ട് നാടകമാണ്, അല്ലാതെ സമരമൊന്നുമല്ല. ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. ആണ്ടുതോറും നടത്തുന്ന ചടങ്ങ് ഈ വർഷവും പൂർവാധികം ഭംഗിയായി നടത്താൻ തീരുമാനിച്ചിട്ട് വിവരം എല്ലാവരോടും അറിയിക്കുന്നതോടൊപ്പം പരിപാടിയിൽ ഏതൊരു മാറ്റം വരുത്താനും കമ്മിറ്റിക്ക് അവകാശം ഉണ്ടായിരിക്കുന്നത് പറയുന്ന ചില നോട്ടീസ് കണ്ടിട്ടില്ലേ, അതുപോലെ വരുന്നു, ചില ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു, ഘോരം പ്രസംഗിക്കുന്നു. ഇപ്പം ഇറക്കിക്കളയും ഗവൺമെൻറ്റിനെ, മുഖ്യമന്ത്രി എന്ന് പറയുന്നു. ഒന്നും സംഭവിക്കാനില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി കയറി വല്ല ബിരിയാണി ഊണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോകും. ഇന്നലെ തന്നെ പിന്നെ അവിടെ ഇത് കഴിഞ്ഞപ്പോൾ കുറേ ബിരിയാണി പാക്കറ്റുകളും വെള്ളവും ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറിൻ്റെ അകത്ത് പോയി ചോദിക്കുന്നത് ചിക്കനാണോ വെജിറ്റബിളാണോ. അപ്പോൾ പറയാൻ പോലും കഴിയുന്നില്ല, ചിക്കനാണോ വെജിറ്റബിളാണോ എന്നൊക്കെ ഇല്ല. അവസാനം കുറച്ച് പേർക്ക് അത് വെജിറ്റബിളായി, കുറച്ച് പേർക്ക് ചിക്കനായി. അത് പോട്ടെ, അതൊക്കെ അവർ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ അവരുടെ ആവശ്യം. അതിലൊന്നും നമുക്ക് യാതൊരു തർക്കമില്ല. പക്ഷേ വഴിപാട് സമരങ്ങൾ, ശബരിമല അയ്യപ്പൻ്റെ പേരിലുള്ള വഴിപാട് സമരങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രസിഡന്റിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ പ്രസിഡൻസിൻ്റെ റെഫറൻസ് സുപ്രീം കോടതിയിൽ എടുക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത. ഇതിനിടയിൽ പ്രധാനമന്ത്രി ശബരിമലയിൽ വരും എന്നൊരു ഊഹാപോഹം വന്നിട്ടുണ്ട്. പക്ഷേ ഡേറ്റ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയാണെങ്കിൽ ചിത്രം മാറും, വേറെ തരത്തിലേക്ക് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ പ്രധാനമന്ത്രി വരുമോ? എന്തായാലും ഡിസംബർ 4 പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, നാവികസേന ദിനവുമായി ബന്ധപ്പെടുത്തി പരിപാടിക്ക്. അല്ലാതെ ഇതിന് വരുമോ എന്നുള്ളത് അറിയില്ല, ശബരിമലയിൽ വരുമോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രസിഡന്റ് വനിതയാണ്. അവർ ശബരിമലയിൽ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രസിഡൻസി റെഫറൻസിനുള്ള, സുപ്രീം കോടതിയിൽ റെഫറൻസിനുള്ള സാധ്യത ആരായുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കർമ്മസമിതി, ശബരിമല കർമ്മസമിതി അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള റെപ്രസെൻറ്റേഷൻ നിവേദനം കൊടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. തീർച്ചയായും ശബരിമല അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തവും സുവ്യക്തവുമായ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.